ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ദാനിയൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഭവനങ്ങളിലും പള്ളികളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പാട്ടാണ് മൽപ്രിയനെ എന്നേശു നായകനെ, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും. നമ്മുടെ മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു ഗാനമാണ്. നന്നായിട്ട് ആ മനോഹരമായത് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈ ഗാനം എഴുതിയതിനെക്കുറിച്ച് ആരാണ് ഇത് എഴുതിയത്? അച്ഛനൊന്ന് പറയാമോ? ചില നല്ല ഗാനങ്ങൾ ക്രൈസ്തവ ഗാന കൈരളിക്ക് നൽകിയിട്ടുള്ള വളരെ അനുഗ്രഹീതനായ ഒരു സുവിശേഷകനും ഗാനരചയിതാവുമാണ് തോമസ് മാത്യു കരുനാഗപ്പള്ളി. അദ്ദേഹത്തിൻ്റെയാണ് എൻബ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ, ആപത്ത് വേളയിലും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല പാട്ടുകളിൽ ഒന്നാണ് ഇത്, മൽപ്രിയനെ എന്നേശു നായകനെ എന്നാരംഭിക്കുന്ന പാട്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തെ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എന്നാൽ സുവിശേഷകനാകാനുള്ള നിയോഗം കിട്ടിയപ്പോൾ അദ്ദേഹം ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചിട്ട് പൂർണ്ണസമയ സുവിശേഷകനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ ഗാനം ഉറവെടുത്തത്. വ്യക്തിപരമായി അദ്ദേഹം അത് പറഞ്ഞ് എനിക്കറിയാതെ. അദ്ദേഹം പുന്നവേലി എന്ന സ്ഥലത്ത് ഒരു സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരുന്നത് തൻ്റെ നാട്ടിലേക്ക് പോകുന്നത് ഒരു പാസഞ്ചർ ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറി പക്ഷേ ആ ബോഗിയിൽ തീരെ യാത്രക്കാരുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനൊരു ഏകാന്തതയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം വിടർന്നു വന്നു. കാരണം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് എനിക്കൊരു മനോഹരമായ പാട്ട് എഴുതണമെന്നൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു കിടന്ന കാലത്താണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇതൊരു ഒരു യാത്രയാണ് എന്ന് കണ്ടുകൊണ്ട് ആ ജീവിതയാത്രയിൽ ക്രിസ്തുവിൻ്റെ ആഗമനം എന്ന ആ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹം കുറിച്ചിട്ട ഒരു മനോഹരമായ പാട്ട് മൽപ്രിയനെ എന്നേശു നായകനെ എന്ന് പറയുന്ന ഗാനം എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് ക്രിസ്തുവിൻ്റെ പുനരാഗമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഗ്ദത്ത നാടിനെക്കുറിച്ച്, ഈ കന്യകമാരെക്കുറിച്ച് ഒക്കെ അവിടെ സൂചിപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ക്രിസ്തീയ വേദസാരത്തിൻ്റെ ഒരു കേന്ദ്ര ആശയം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. അത് ഈ ഭക്തനായ കവിയാണ്, അന്ന് യുവകവിയാണ്. അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചതിൽപ്പോൾ ഉണ്ടായ ഒരു നല്ല ഗാനമാണിത്. വളരെ ലളിതമാണ്, അതോടൊപ്പം തന്നെ വളരെ അർത്ഥസാന്ദ്രമാണ്. സാറ് പറഞ്ഞ പോലെ സംഗീത സാന്ദ്രവുമാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം ഈ തോമസ് മാത്യുവിൻ്റെ എല്ലാ പാട്ടുകളും അദ്ദേഹം തന്നെ രചനയും സംഗീതവും അദ്ദേഹം കൊടുക്കുന്നത് അങ്ങനെ. കാരണം വേറൊരാളെ കൊണ്ട് സംഗീതം ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഈ ലിറിക്കിൽ വാക്കുകളോടൊപ്പം തന്നെ എൻ്റെ രാഗവും താളവും താനവും പല്ലവിയും ഒക്കെ ദൈവം അതിനോടൊപ്പം തന്നെ എൻ്റെ നാത്തുമ്പത്ത് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അനുഗ്രഹീതമായ ഒരു ജീവിതാനുഭവത്തിൽ അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ ഒരു പാട്ടാണ്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇതുപോലെയുള്ള പഴയ രചയിതാക്കളെയും അവരുടെ രചനകളെയും കുറിച്ച് അച്ഛനിങ്ങനെ പറയുമ്പം ചിലപ്പോൾ തോന്നും ഞാനും ഒത്തിരി ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം ഇത് ഇന്നത്തെ തലമുറയ്ക്കോ മറ്റ് പലർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ് അച്ഛൻ ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഏതായാലും അച്ഛനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ മേഖലയിൽ ഒരുപാട് അറിവ് സമ്പാദിക്കുകയും ഞങ്ങൾക്ക് പകർന്നു നൽകാനും ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മളീ പറഞ്ഞു വന്ന ഗാനം എഴുതിയ തോമസ് മാത്യു കരുനാഗപ്പള്ളി, അച്ഛൻ്റെ സുഹൃത്തുക്കൂടെയായ തോമസ് മാത്യു കരുനാഗപ്പള്ളിയുടെ ഈ മൽപ്രിയനെ എന്ന ഗാനം നമുക്കൊന്ന് കേൾക്കാം. വെച്ചാൽ കേൾക്കാം. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും, മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും,
എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാം ആ പൊൻമുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ ചേർന്നു നിൻ സവിധി വന്നു. ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യയെ പോൽ ഒരുങ്ങുന്നേ. ബുദ്ധിയുള്ള നിർമ്മല കന്യയെ പോൽ ഒരുങ്ങുന്നേ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ ആ പളുങ്കു നദി തീരെ ജീവവൃക്ഷ തണലിൽ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ. എത്ര നാളായി എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ. എത്ര നാളായി. പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? അച്ഛാ, ഈ ക്രിസ്തീയ ഗാനങ്ങൾ പരിശോധിക്കാമെങ്കിൽ അവയിൽ ഒരുപാട് ഗാനങ്ങൾ എഴുതിയത് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതായിട്ട് നമുക്ക് കാണാം. അത് എന്തുകൊണ്ടാണ് ഇതാരെഴുതിയതെന്ന് വ്യക്തമാക്കപ്പെടാതെ പോകുന്നത്? അത് ദൈവമഹത്വത്തിന് വേണ്ടി
എഴുതിയ പാട്ടുകളാണോ അവർ, അതോ ഇതിനി എഴുതിയതിന് ശേഷം പലരും ഇത് രേഖപ്പെടുത്താൻ മറന്നുപോയതാണോ? എന്താ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ഈ പല ക്രിസ്തീയ പാട്ടുകളുടെയും രചയിതാവ് ആരാണെന്ന് വ്യക്തമല്ല. ഈ CD കാസറ്റ് ഇതൊക്കെ പ്രചരിച്ചതിന് ശേഷമാണ് ശരിക്കും പറയുമ്പോൾ ഇതിൻ്റെ രചയിതാവ് ആരാണെന്ന് അതിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല ആളുകളും ഗാനം രചിച്ച ദൈവനാമ മഹിമയ്ക്ക് എന്ന അർത്ഥത്തിലല്ലാതെ ഒരിക്കലും അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ കൺവെൻഷൻ യോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഒരു പാട്ട് രചിക്കുന്നു, അത് അവർ തന്നെ ട്യൂൺ ചെയ്യുന്നു, അത് വേദിയിൽ വന്ന് അവതരിപ്പിക്കുന്നു, ജനങ്ങൾ ഏറ്റുപാടുന്നു, തലമുറകൾ ഏറ്റുപാടുന്നു എന്നതിനപ്പുറത്ത് ഇതാരെഴുതിയാണെന്നൊരിക്കലും രേഖപ്പെടുത്താൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം അടിസ്ഥാനപരമായും എല്ലാ മാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിനെന്ന ചിന്തയിലുണ്ടായതാണ്. അതുകൊണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പല പാട്ടുകളും ആരുടെയാണ് തിട്ടയില്ല. അതുമാത്രമല്ല ചിലരുടെ പാട്ടിന് വേറെ ചില അവകാശികളും ഉണ്ടാകും എന്നുള്ളതും വേറൊരു യാഥാർത്ഥ്യമാണെന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. എന്നാൽ നമ്മൾ പാടി പറഞ്ഞിരിക്കുന്ന പല നല്ല പാട്ടുകളും രചയിതാവ് ആരാണെന്ന് അറിയാതെ തന്നെ, ഒരു പക്ഷേ കൊച്ചുദേശിയുടെ പാട്ടുകൾ പോലും നമ്മൾ പാടുന്ന പുതുദേശിയാന്ന് അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല എന്ന് പറയുന്ന പോലെ പാടി ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ചില പാട്ടുകൾ ഛായ കൊണ്ട് ചിലരുടെ പാട്ടുകളുമായിട്ട് സാമ്യമുള്ളപ്പോൾ അവരുടെ പാട്ടുകളാണ് എന്ന് എഴുതി ചേർത്ത ചില ഗാനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അത്തരത്തിൽ കൊച്ചുകുഞ്ഞുദേശിയുടെ പോലും കുറച്ച് ഗാനങ്ങൾ അത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ PV തൊമ്മി ഉപദേശി, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഗീതങ്ങളുടെ പുസ്തകമുണ്ട്. അതിനകത്ത് പിന്നെ പ്രസിദ്ധീകരിച്ച ആളുകൾ 400 ചില്ലുവാനം പാട്ടുകൾ ചേർത്തിട്ട് 136 പാട്ട് ഉപദേശിയാണെന്ന് പറയുന്നതല്ലാതെ അതവിടെ ആരുടെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്നാൽ MV ചെറിയാച്ചൻ്റെയും TK സാമുവൽ സാറും ഒക്കെ അവരുടെ പാട്ടാണെന്ന് അവർ രേഖപ്പെടുത്തി തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളിന്ന് പാടിപ്പതിഞ്ഞ പല പാട്ടുകൾക്കും രചയിതാവ് ആരാണെന്ന് അറിയില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഓർമ്മിക്കേണ്ടതാണ്. ഒരുപക്ഷെ കൂടുതൽ പഠനവും ഗവേഷണവും ആ മേഖല അർഹിക്കുന്നുള്ളതാണ് എൻ്റെ ചിന്ത. അച്ഛാ, ആ ഗണത്തിൽപ്പെട്ട ഒരു പാട്ടാണ് എന്നുള്ളമേ സ്തുതിക്ക നീ എന്ന് തുടങ്ങുന്ന ഗാനം. അതെ, എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. മനോഹരമായ ഗാനം. അതെ, ഈ ഗാനത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു അഭിപ്രായം? ഈ ഗാനം ഏറെ പഴയൊരു പാട്ടല്ല. എനിക്ക് തോന്നുന്നത് 60കൾക്ക് ശേഷം മലയാളത്തിൽ പ്രചാരത്തിൽ വന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ രചയിതാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ ആ പാട്ട് ഏറ്റവും പഴക്കമുള്ള പാട്ടുകൾ പെടാത്ത ഒരു പാട്ടാണ് പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു സ്തുതിഗീതം എന്നുള്ളതാണ്. പക്ഷേ വളരെ ലളിതമായ ഒരു സ്തുതിഗീതമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങളുടെ ഒരു ഭാവധ്വനി ഈ ഒരു കീർത്തനത്തിൽ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 103-ാം സങ്കീർത്തനത്തിലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറയുന്ന അത് ഒരു പക്ഷേ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നുള്ളമേ നീ പരനെ സ്തുതിക്കുക എന്ന് പറയുന്നത് അത് പാപത്തിൻ്റെയും ദോഷത്തിൻ്റെയും രോഗത്തിൻ്റെയും ബുദ്ധിമുട്ടുകളിലേക്ക് സ്ഥാനങ്ങളിലും നീ വരനെ മാടി സ്തുതിക്കുക എന്ന് പറയുന്ന ഒരാശയത്തെ അദ്ദേഹം ലളിതമായും അതേ അവസരത്തെ വളരെ അർത്ഥപൂർണമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ, നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും.
അച്ഛാ, എത്ര മനോഹരമായ ഗാനം, മനോഹരമായി അത് എഴുതപ്പെട്ടിട്ടുണ്ട്, നന്നായി ആ പാട്ട് പാടുകയും ചെയ്തു. ഇതുപോലെ ഉപദേശിയുടെ പ്രചാരമില്ലാത്ത ചില ഗാനങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒരു ഗാനമാണ് നാഥൻ വരാറായി എന്ന് തുടങ്ങുന്ന ആ ഗാനം. ആ ഗാനത്തെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, അത് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അതിൽ കൂടുതലായി എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് പറയാം. ഉപദേശിയുടെ പാട്ടുകളിൽ ഇന്ന് പ്രശസ്തവും അല്ലാത്തതുമായ പാട്ടുകൾ ധാരാളമുണ്ട്. പക്ഷേ ഉപദേശി ഒരു പ്രേക്ഷിത ശുശ്രൂഷ നടത്തിയിരുന്ന കാലത്ത് ഈ പാട്ടുകളൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു. കാരണം ഒരു വേദിയിൽ മറ്റൊരു വേദിയിലേക്ക് ഈ ദൂതുമായിട്ട് പോകുന്ന സമയത്ത് അന്നത്തെ ജനങ്ങൾ ഏറ്റുപാടിയിരുന്ന പാട്ടുകളാണ് ഇവയൊക്കെ. സാറ് പറഞ്ഞ ഈ പാട്ടുകൾ, നാഥൻ വരവിനായി ഒരുങ്ങിടുവിൻ എന്ന് ആരംഭിക്കുന്നതായ ആ കീർത്തനം, അത് ഇന്ന് അധികം പേര് പാടി ഞാൻ കേൾക്കാറില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തെ കുറിക്കുന്ന കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്തുവിൻ്റെ സാർ സൂചിപ്പിച്ചാണ് പുനരാഗമനം അദ്ദേഹം ലക്ഷ്യമെന്ന് പറയുക. ഉപദേശിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മോക്ഷയാത്രികനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുന്ന ദേശം ഇവിടെയല്ല, ഇതിനപ്പുറത്ത് എനിക്ക് ദൈവം വരാൻ വേറൊരു ലോകം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് അത് വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ അടിസ്ഥാന ആശയം. ദ ഡേ ഓഫ് ദ ലോഡ്, ദൈവത്തിൻ്റെ ഒരു ദിനം എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഇന്ന് ഭക്തന്മാരനുഭവിക്കുന്ന എല്ലാ കഷ്ടതയും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ ആ ദിനത്തിൽ പര്യവസാനിക്കുമെന്നും ദൈവം തമ്പുരാൻ അവരെ ചേർത്ത് കൊള്ളാൻ വേണ്ടി മേഘാരൂഢനായി ആഗമിക്കും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അത് ഉപദേശിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു പറയുന്നത്. ഈ പാട്ട് നമ്മൾ അപഗ്രഥിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും. വിശുദ്ധ സുവിശേഷങ്ങളിൽ ക്രിസ്തു പറയുന്ന ഉപമകളുണ്ടല്ലോ. ഇപ്പോൾ 10 കന്യകമാരുടെ ഉപമ, അപ്പോൾ അതുപോലെ തന്നെ ഈ രാജാവിൻ്റെയും ഭൃത്യന്മാരുടെയും ഉപമ, താലന്തുകളുടെ ഉപമ, ഇതൊക്കെ ഇതിനകത്ത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യപുത്രൻ വരുന്നത് ഇന്നെന്നോ നാളെയെന്നോ നിശ്ചയമില്ലാത്തതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക. ആ ഒരുങ്ങിയിരിക്കുക എന്നൊരാശയമാണ് നാഥൻ വരവിനെ ഒരുങ്ങിടുവീൻ എന്ന് പറയുന്ന ഈ ഗാനത്തിൻ്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധാരണ ജീവിതമായിട്ട് മാറാം. അതുകൊണ്ടാണ് പഴയകാല ഭക്തന്മാർ, ഇന്നുള്ള ഭക്തന്മാർ അതധികം ഊന്നൽ കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. പഴയകാല ഭക്തന്മാർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനു വേണ്ടി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്ന കന്യകമാരെ പോലെ കാത്തിരിക്കൂ എന്ന് പറയുന്ന ആ ഒരു സന്ദേശമാണ് ഈ ഗാനം നമുക്ക്. എനിക്ക് തോന്നുന്നു ഈ സാധു കൊച്ചുപൈസയുടെ മിക്ക ഗാനങ്ങളും ഈ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലാണ് ഈ ഗാനത്തിൻ്റെ പര്യവസാനം. അതെ, അത്തരത്തിലാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് അച്ഛനെ ഒന്ന് പറയാം. എല്ലാ പാട്ടുകളുടെയും അവസാനം അങ്ങനെയാണ്. എല്ലാ പാട്ടുകളും അവസാനിക്കുന്നത് ഈ ഒരു പ്രത്യാശയുടെ സന്ദേശം നൽകിക്കൊണ്ടാണ്. കാരണം ഇന്ന് അനുഭവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന പീഡയുടെ എല്ലാവരും പര്യവസാനം ഉണ്ട് എന്നും ഒരു നല്ല നാളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, കഷ്ടതയും സങ്കടവും ഒന്നും ഇല്ലാത്ത. അതെ, ആ വിശ്വാസത്തിൽ അനുവാചകരെ ഒരുക്കിയെടുക്കുക എന്നുള്ള ദൈവനിയോഗമായി സ്വീകരിച്ച വ്യക്തിയാണ് സാധു. സാധു മാത്രമല്ല, അക്കാലത്തുണ്ടായ ഉണർവ് പ്രസംഗരൊക്കെ അത്തരത്തിലുള്ളവരായിരുന്നു. അച്ഛാ, നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം. ലക്ഷങ്ങളിലുത്തമനാമെൻ്റെ പ്രിയ മണവാളൻ, ലക്ഷണങ്ങൾ തികഞ്ഞുള്ള തൻ്റെ പ്രിയയെ കാണാനായി മോക്ഷമാർഗേ വാഹനത്തിൽ കോടി ദൂതസേനയുമായി, മോക്ഷമാർഗേ വാഹനത്തിൽ കോടി ദൂതസേനയുമായി
ക്ഷണത്തിൽ വരുന്നവൻ തുള്ളിച്ചാടി മാനിനെ പോൽ. ക്ഷണത്തിൽ വരുന്നവൻ തുള്ളിച്ചാടി മാനിനെ പോൽ. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. മുൻപു തന്നെ വരവിനാൽ ലോകത്തെ താൻ രക്ഷിച്ചു. ഇമ്പമേറും പറുദീസിൻ വാതിലുകൾ തുറന്നു. തുമ്പമന്യേ സ്വന്ത നാട്ടിൽ എന്നേക്കും വാഴാനായി. തുമ്പമന്യേ സ്വന്ത നാട്ടിൽ എന്നേക്കും വാഴാനായി. അൻപു നിറഞ്ഞേശു പരനാടിപ്പാടി വരുന്നു. അൻപു നിറഞ്ഞേശു പരനാടിപ്പാടി വരുന്നു. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. ഞാനും എൻ്റെ പ്രിയനും കൂടാനന്ദമായി വസിപ്പാൻ താനെനിക്കു സ്വർഗദേശം ദാനമായി തന്നല്ലോ. ഞാനുലകിലെത്ര കാലം നാഥാഖേദം കണ്ടാലും. ഞാനുലകിലെത്ര കാലം നാഥാഖേദം കണ്ടാലും. ഞാനതെല്ലാം മറക്കുന്ന ഭാഗ്യകാലം വരുന്നു. ഞാനതെല്ലാം മറക്കുന്ന ഭാഗ്യകാലം വരുന്നു. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. അന്ത്യനാളിൽ വാനിൽ വരുമേശു. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മനോഹരങ്ങളായ മറ്റ് ചില ഗാനങ്ങളുമായി നമ്മൾ അടുത്ത ആഴ്ചയിൽ കാണും. നന്ദി. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. അന്ത്യനാളിൽ വാനിൽ വരുമേശു. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. ലക്ഷങ്ങളിലുത്തമനാമെൻ്റെ പ്രിയ മണവാളൻ. ലക്ഷണങ്ങൾ തികഞ്ഞുള്ള തൻ്റെ പ്രിയയെ കാണാനായി. മോക്ഷമാർഗേ വാഹനത്തിൽ കോടി ദൂതസേനയുമായി. മോക്ഷമാർഗേ വാഹനത്തിൽ